കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ പലഹാരപ്പൊതി എന്ന ഭാഗമാണ്. നിങ്ങൾക്കെല്ലാവർക്കും പലഹാരങ്ങൾ ഇഷ്ടമല്ലേ? ടീച്ചറുടെ കയ്യിൽ ഒരു പലഹാരപ്പൊതിയുണ്ട്. അത് നമുക്കൊന്ന് തുറന്നാലോ? ഈ പലഹാരപ്പൊതി തുറക്കുമ്പോൾ തന്നെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ? കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ആ പേജൊന്ന് നിങ്ങളൊന്ന് മറിച്ചേ. അതിൽ നിങ്ങൾ കണ്ടില്ലേ, കുറേ പലഹാരങ്ങൾ നടന്നു പോകുന്നു. അവിടെ ഒരു അമ്മ കുഞ്ഞിന് മാമു കൊടുക്കുകയാണ് അല്ലേ? ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ കവിതകളും കഥകളും നമുക്ക് പഠിക്കാം. മക്കളെ, അടുത്ത പേജിൽ ഞാനല്ല എന്നൊരു കവിത കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ? പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർന്നതും കൈ നീട്ടി ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ. ലളിത ലെനിൻ്റെ കടൽ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഞാനല്ല എന്ന കവിത. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മറ്റൊരു ഈണത്തിൽ ചൊല്ലി ടീച്ചറെ കേൾപ്പിക്കില്ലേ? മക്കളെ, ഈ കവിത വായിച്ചപ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? നമുക്കതിൻ്റെ ആശയം ഒന്ന് നോക്കിയാലോ? പേരയ്ക്ക പഴുത്തപ്പോൾ ആദ്യം കണ്ടത് ആരാണ്? അനിയത്തിയാണല്ലേ. പേരയ്ക്ക പഴുത്ത് എന്ന് പറഞ്ഞ് അവൾ ചേട്ടനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. മാങ്ങ പഴുത്തതിൻ്റെ മണം വന്നപ്പോൾ അത് പറിക്കാനായി അവൾ കൈ നീട്ടി ചാടി. നെയ്യപ്പം വെന്തതിൻ്റെ മണം പൊങ്ങിയപ്പോൾ അവൾ കൊതിയോടെ ഒളിഞ്ഞു നോക്കി. പക്ഷേ ഇതൊന്നും അവൾക്ക് ആദ്യം തിന്നാൻ കിട്ടിയില്ല. പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം തിന്നത് അവളുടെ കുഞ്ഞേട്ടനാണ്. അപ്പോൾ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ? ഞാനല്ല എന്ന് അനിയത്തിക്കുട്ടി പറയാൻ കാരണം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചായിരുന്നോ? പേരയ്ക്ക പഴുത്തത് കണ്ടതും മാമ്പഴത്തിൻ്റെ മണം അറിഞ്ഞതും നെയ്യപ്പം വെന്തതറിഞ്ഞതും കുട്ടിയാണ്. എന്നാൽ ഇതൊക്കെ ആദ്യം തിന്നത് ആരാണ്? കുഞ്ഞേട്ടനാണ് അല്ലേ? അതിൻ്റെ പരിഭവത്തിലാണ് കുട്ടി ഞാനല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടീച്ചർക്കൊന്ന് അയച്ചു തരണേ. ഈ കവിതയിലെ കവിതാകൃത്തിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ലളിത ലെനിൻ എഴുതിയ കടൽ എന്ന കവിതാ സമാഹാരത്തിലെ കവിതയാണ് ഞാനല്ല. തൃശ്ശൂർ ജില്ലയിലെ തൃത്തല്ലൂരിൽ 1946 ജനിച്ചു. കുട്ടികൾക്കായുള്ള മിന്നു എന്ന നോവലും നമുക്ക് പ്രാർത്ഥിക്കാം, കർക്കിടകവാവ് തുടങ്ങിയ കവിതകളും ലളിത ലെനിൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ചുറുചുറുക്കോടെ കാണാം. ബായ്.